ഹായ് ഗൈസ്, അപ്പം നമ്മളിതേ ഒരു ബൗളൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. കുറേ നാളായി നമ്മുടെ ചാനലിൽ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാത്തത്. അപ്പം നമുക്കിന്ന് ഈസി റെസിപ്പി ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഒരു പപ്പടം അല്ലെങ്കിൽ നമ്മൾ ചക്രം എന്നൊക്കെ പറയുന്ന ഫ്രൈൻസ് ഉണ്ടല്ലോ, അത് എങ്ങനെ ഉണ്ടാക്കും എന്നാണ്. നമ്മൾ ഈ ചക്രം പിന്നെ ഈ തൊണ്ടക്കുഴൽ എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് എങ്ങനെ ഉണ്ടാക്കാം. അതും നമ്മൾ ഈ മാവ് കുഴച്ചിട്ടൊക്കെയാണ് പപ്പടം മാവ് കുഴച്ച് പരത്തി അങ്ങനെ ഒന്നുമില്ലാതെ ഇതേ സാബൂൻ അരി വെച്ചിട്ട് നമുക്ക് എങ്ങനെ പപ്പടം അല്ലെങ്കിൽ തൊണ്ടക്കുഴൽ ചക്രമൊക്കെ പോലത്തെ സാധനം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കാണിക്കുന്നത്. കുട്ടിക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഈ പറയുന്ന തൊണ്ടക്കുഴൽ ചക്രം പിന്നെ പപ്പടം എന്നൊക്കെ പറയുന്നത്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കടന്നാലോ. അപ്പം ഞാനൊരു 200 ഗ്രാം പോലെയാണ് സാബൂനരി എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് കുതിർക്കുക. കാരണം നമ്മൾ വൈറ്റ് കളറിൽ കാണുന്നതാണെങ്കിലും കഴുകുമ്പം കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ പോകുന്നത് കണ്ട് അപ്പം നന്നായിട്ട് കുതിർത്ത് വെക്കുക. ഏകദേശം 1 മണിക്കൂർ കുതിർക്കുക. 1 മണിക്കൂർ കുതിർത്തതിന് ശേഷം അത് കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. കുക്കറിലേക്ക് മാറ്റുമ്പം നമ്മളെടുത്ത ബൗള് ഒരു 1/4 ഭാഗത്തോളം ഞാൻ വെള്ളം എടുത്ത് അതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു 4-5 വിസിൽ, 5 to 6 വിസിൽ തന്നെ അടിച്ചോട്ടെ. നമ്മൾ ഏകദേശം 6 വിസിൽ വെച്ചിട്ടുണ്ട്. നോക്കിയേ, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒരു ലുക്ക് പറയുമ്പം നമ്മുടെ കഞ്ഞിവെള്ളമൊക്കെ പോലെ ലൈറ്റ് നേരിയ കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ കിട്ടും കേട്ടോ. സാബൂനരിയുടെ വെള്ളം കഞ്ഞിവെള്ളം പോലെ അരി തന്നെയാണല്ലോ അല്ലേ, ഒരു ടൈപ്പ് അരി തന്നെയാണ്. അപ്പം അതുപോലെ കഞ്ഞിവെള്ളം പോലെയാണ് ഉള്ളത്. അപ്പം അത് കുറച്ചൊന്ന് ആറിയതിന് ശേഷം, അതായത് നല്ല ചൂടിൽ നിന്നല്ല, കുറച്ചൊരു ചൂടോടെ തന്നെ ആറിയതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പിട്ട് അതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആ വെള്ളം സാബൂനരി ഇതാക്കിയിട്ടുള്ള വെള്ളത്തിലേക്ക്. അറിയാമല്ലോ, നമ്മൾ പായസത്തിലാണെങ്കിലും സാബൂനരി നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കാണുക, അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ. എന്നിട്ട് പിന്നെ നമുക്ക് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തത് ചില്ലി ഫ്ലേക്സും കുറച്ച് കുരുമുളക് പൊടിയുമാണ് കേട്ടോ. അപ്പോൾ അതിന് പകരം നമുക്ക് ചില്ലി ഫ്ലേക്സിന് പകരം പച്ചമുളക് അരച്ചിട്ട് ആഡ് ചെയ്യാം. ഇനി കുരുമുളകിന് പകരം നിങ്ങൾക്ക് ജീരകപ്പൊടിയോ അല്ലെങ്കിൽ ഉലുവപ്പൊടിയോ കായപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പൗഡേഴ്സൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇട്ടിട്ടുള്ളത് കുറച്ച് നമ്മുടെ ക്രഷ്ഡ് ചില്ലി ഉണ്ടല്ലോ അതും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പുമാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇളം ചൂടോടെ തന്നെ നിങ്ങൾ ചെയ്തോളൂ, കാരണം ഇത് തണുക്കും തോറും ഇത് കുറച്ചുകൂടെ കട്ടിയായി വരും. ഈ ഒരു ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ആ ഒരു ഫ്ലൂയിഡ് കൺസിസ്റ്റൻസി മാറിയിട്ട് കുറച്ചുകൂടെ കട്ടിയായിട്ട് വരികയാണ് ചെയ്യുക. അതുകൊണ്ട് ആ ഒരു ഇളം ചൂടിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിനുശേഷം നമുക്കിത് പരത്താൻ വേണ്ടിയിട്ട് കുറച്ച് പാത്രങ്ങളാണ് വേണ്ടത്. അപ്പം ഞാനിത് ദോശക്കല്ല് എടുത്തിട്ടുണ്ട്. ദോശക്കല്ലിൽ ഞാനിങ്ങനെ റൗണ്ടിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെയോ മൂടികളൊക്കെ ഉണ്ടെങ്കിൽ ആ മൂടികളിലൊക്കെ ചെയ്യാം. ഇനി അതൊന്നുമല്ല, പ്ലാസ്റ്റിക്കിൻ്റെ വലിയ കവർ ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് ആ വലിയ കവറിൽ നീളത്തിൽ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിത് ഇപ്പം ദോശക്കല്ലിലും കുറച്ച് സ്റ്റീലിൻ്റെ മൂടികളിലും ഒക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നേരിയ രീതിയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അടർത്തിയെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ ചിലതൊക്കെ ഭയങ്കര നേരിയ രീതിയിലായി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കങ്ങനെ പെട്ടെന്ന് അടർന്ന് കിട്ടുന്നുണ്ടായിട്ടില്ല. പിന്നെ ഒരു കാര്യം, നമ്മളിത് വെയിലത്ത് വെച്ചിട്ടാണ് കേട്ടോ ഉണക്കുന്നത്. അതുകൊണ്ട് തന്നെ വെയിലത്ത് വെച്ച് ഉണക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഒരു ചൂട് സമയത്ത് പെട്ടെന്ന് ആയിക്കിട്ടും. അപ്പം നമുക്കിനി മഴക്കാലമൊക്കെ വേണം സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് ഇപ്പോഴേ ചെയ്ത് വെച്ചാൽ മതി. മഴക്കാലത്ത് നമുക്ക് വൈകുന്നേരം ചായൻ്റെ കൂടെ ആണെങ്കിലും ഇനിയിപ്പം ഉച്ചയ്ക്കും രാത്രിയൊക്കെ ചോറ് കഴിക്കുമ്പോൾ പപ്പടത്തിന് പകരമായിട്ടും ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഈ വലിയ ഉരുളിയിൽ വെച്ചത് അത്ര ഫ്ലോപ്പായിപ്പോയി, കാരണം അത് നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ഞാൻ കുറച്ച് ഇങ്ങനെ പ്ലാസ്റ്റിക് കവറുകളിലൊക്കെ ആക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായി. അപ്പം ഇത് ഞാനിങ്ങനെ പുറത്ത് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം മുറ്റത്ത് തന്നെയായിരുന്നു വെച്ചിട്ടുണ്ടായത്. പക്ഷെ നമ്മൾ മുറ്റത്തിൻ്റെ തൊട്ടടുത്തുള്ള കണ്ടത്തു നിന്ന് തന്നെ കുട്ടികൾ കളിക്കലുണ്ട് കേട്ടോ. അപ്പോൾ അവർ കളിക്കാൻ വന്നപ്പോൾ ഞാൻ എല്ലാം എടുത്തിട്ട് നമ്മുടെ ടെറസിൻ്റെ മീതെ പോയി. ടെറസിൻ്റെ മീത്തിലെ പിന്നെ ചൂടും വെയിലൊന്നും പറയണ്ടല്ലോ, ഭയങ്കര വെയിലാണ്. ഞാൻ അവിടെ
അവിടെ എത്തുമ്പോഴേക്ക് തന്നെ, അതായത് നമ്മൾ നേരത്തെ മുന്നേ വെയിലത്ത് വെച്ചല്ലോ, അപ്പോൾ അത് തന്നെ ഇതുപോലെ സ്റ്റിക്ക് ദോശക്കല്ലൊക്കെ ഉള്ളത് ഇങ്ങനെ അവിടെ സ്റ്റിക്കായി ഒലിച്ചു പോകാത്ത രീതിയിൽ തന്നെ ആറി പിടിച്ചിട്ടുണ്ടായി. അപ്പോൾ ഒരു 1 hour കഴിഞ്ഞ് ഞാൻ കയറി നോക്കുമ്പോഴേക്കും എല്ലാം ഇതുപോലെ ഏകദേശം അടർന്ന് വരേണ്ട പാകത്തിൽ തന്നെ ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് കുറച്ച് പോലും വെള്ളപ്പറ്റ് പാടില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ബാക്കി കുറച്ചുകൂടെ കലക്കിയത് ഉണ്ടായിട്ടോ. അപ്പോൾ അത് നമുക്ക് ഒരു വലിയ ഷീറ്റ് അമ്മ സംഘടിപ്പിച്ച് തന്നിട്ടുണ്ടായി പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അതിൻ്റെ അകത്ത് ഇങ്ങനെ പരത്തി കൊടുക്കുകയാണ് ചെയ്തത്. എനിക്ക് ഭയങ്കര, അതായത് നമുക്കിപ്പം എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അടർന്ന് വന്നതും പെട്ടെന്ന് സെറ്റായതും ഈ നമ്മൾ ഈ ഗ്ലാസ് പേപ്പറിൽ ചെയ്തതും പിന്നെ ദോശക്കല്ലിൽ വെച്ചതുമാണ് കേട്ടോ. അതാണ് പെട്ടെന്ന് നമുക്ക് അടർത്തിയെടുക്കാനും പെട്ടെന്ന് ഇതാക്കാനും പറ്റിയത്. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുന്ന ആൾക്കാർ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഗ്ലാസ് പേപ്പറിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വൈകുന്നേരം ഒരു 3:45 ആയപ്പം ചായയുടെ കടിയുടെ സമയമായല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മേലെ കയറി നോക്കിയപ്പോഴേക്കും നമ്മുടെ സാബുനരിനെ കൊണ്ട് നമ്മൾ റൗണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചതൊക്കെ ഒരു നേരിയ പ്ലാസ്റ്റിക്കിൻ്റെ പാട പോലെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ പുറത്തൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ ചെയ്ത് നോക്കാം. ഇനി ഗൾഫിലൊക്കെ മക്കളുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചിപ്സൊക്കെ കൊടുത്തയക്കുന്ന കൂട്ടത്തിൽ ഇതുകൂടെ കൊടുത്തയക്കാം കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്. സാധാരണ രീതിയിൽ പപ്പടം ഉണ്ടാക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചയാണ് മാവ് ഉണ്ടാക്കി അതിനെ കുഴച്ച് ഉരുളകളാക്കി അതിനെ പരത്തി ഷേപ്പ് ചെയ്തെടുത്ത് കുറേ ബുദ്ധിമുട്ടുകളാണ്. പക്ഷേ ഇത് നമുക്ക് കുറച്ച് സമയം കൊണ്ട് ആ ഒരു വെയിലത്ത് വെക്കുന്ന സമയം അങ്ങ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റും ഉണ്ട് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ചക്രത്തിൻ്റെ ഒക്കെ ഫീൽ തന്നെയാണ് തോന്നിയിട്ടുണ്ടായത്. എന്താണെങ്കിലും നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം. പിന്നെ ഒന്നാമത് ഈ മഴക്കാലമല്ലല്ലോ, നല്ല മുട്ടൻ ചൂട് കാലമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പപ്പടായിട്ട് യൂസ് ചെയ്യാം, പിന്നെ കുട്ടിക്ക് സ്നാക്കായിട്ട് കൊടുക്കാം. ഇത് നല്ല കറുമുറാന്നിരിക്കും കേട്ടോ. ഇതിലിപ്പം നമ്മൾ ആഡ് ചെയ്തതിന് പുറമെ നിങ്ങൾക്ക് കായം, പെരിഞ്ചീരകം, ജീരകപ്പൊടി, പച്ചമുളക് അരച്ചിട്ട് ഒക്കെ വേണമെന്നാണെങ്കിൽ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ഇത് നോക്കിയേ, എന്തുണ്ടാമീ? സൂപ്പർ. ഒന്നും കൂടി കടിച്ചേ മോള്, ഒച്ചക്കല്ലേ? ക്രഞ്ചി ഒച്ച കേട്ടില്ലേ? ഇഷ്ടമായി നമുക്ക്. അതിന് അമ്മ ഒന്ന് നോക്കിയ തിന്നോക്ക്. നല്ല രസമുണ്ടാ. ഇന്ന് നമുക്ക് പപ്പടമെല്ലായിട്ട് എടുക്കാം അല്ലേ? അതുപോലെ ചായക്ക് ഇങ്ങനെ കടിക്കാനും പറ്റും അല്ലേ? നല്ല അടിപൊളി. ശരിക്കും നമ്മുടെ ആ ചക്രയെല്ലാം ഉള്ള പോലെ അല്ലേ? നമ്മള് കടയിൽ നിന്നൊക്കെ ഒരു ചക്രം ഷേപ്പിലുള്ള സാധനം വാങ്ങിക്കുന്നില്ലേ, അതിൻ്റെ അതേ ടേസ്റ്റ്. അതാ പൊളി. നമുക്ക് പപ്പടമായിട്ടും എടുക്കാം, ഇതുപോലെ ചക്രമൊക്കെ നമ്മൾ കഴിക്കുന്ന പോലെ കഴിക്കുകയും ചെയ്യാം. നല്ല രസമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ലവ് യു ഓൾ. ടാറ്റാ ബൈ.